ഇടുക്കി കട്ടപ്പനയിൽ പോലീസ് കള്ളക്കേസ് ചുമത്തി വിദ്യാർത്ഥിയെ ജയിലിലടച്ചത് 12 ദിവസമാണ്. പുളിയൻമല സ്വദേശി ആസിഫിനെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്ന് കണ്ടെത്തിയിട്ടും പ്രതിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കാൻ ഒരു നടപടിയും എടുത്തിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത ആസിഫിനെ കട്ടപ്പന പ്രിൻസിപ്പൽ SI ആയിരുന്ന സുനേഗും CPA മനുവും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തു. ഏപ്രിൽ 25 സംഭവം. ഡ്യൂട്ടിക്കിടെ വാഹനമിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചെന്ന CPO മനുവിന്റെ പരാതിയിൽ ആസിഫിനെയും പ്രായപൂർത്തിയാകാത്ത രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തു. പ്രായപൂർത്തിയാകാത്തവരെ വിട്ടയച്ചെങ്കിലും ആസിഫിനെ റിമാൻഡ് ചെയ്തു. എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആസിഫ് പറഞ്ഞതോടെ കുടുംബം നിയമപോരാട്ടത്തിനിറങ്ങി. മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് DYSP അന്വേഷണം നടത്തി. CPO മനുവിന്റേത് വ്യാജ പരാതിയാണെന്ന് തെളിഞ്ഞു. കള്ളക്കേസെടുത്തതിനും കസ്റ്റഡിയിൽ മർദ്ദിച്ചതിനും പ്രിൻസിപ്പൽ SI സുനേഖിനും CPO മനുവിനുമെതിരെ നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ പോലീസുകാർക്കെതിരായ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് ആസിഫിന്റെ ആരോപണം. ഇവരാദ്യം കുറേ വീട്ടിൽ വന്ന് സെറ്റിൽമെൻ്റ് ഒക്കെ സംസാരിച്ചു. കേസ് ഒരു രീതിക്കും അവർക്ക് ഫേവറബിളായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇവർ ഒത്തിരി സെറ്റിൽമെൻറ്റും പൈസയൊക്കെ ഓഫർ ചെയ്ത് വന്ന് സംസാരിച്ചായിരുന്നു. അപ്പം നമ്മൾ അതിനോട് അടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ അല്ലാത്ത രീതിയിലുള്ള ഉപദ്രവവും കാര്യങ്ങളും തുടങ്ങി. എൻ്റെ മാമൻ അപ്പോൾ കേസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം പുള്ളിയുടെ അടുത്ത് ചെന്ന് ഈ സെറ്റിൽമെൻറ്റ് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ പുള്ളി അത് റിജക്റ്റ് ചെയ്ത് വിട്ടു. ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ കേസ് ഉണ്ടാക്കി ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ലൈസൻസ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിന് മറ്റൊരാളെയും പ്രിൻസിപ്പൽ SI സുനേഖ് മർദ്ദിച്ചിരുന്നു. 18 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു മാസം ആയുള്ളൂ. പോലീസ് വണ്ടി എന്നെ ഡാന്നും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടി വരാൻ തുടങ്ങുമായിരുന്നു. വണ്ടീൻ്റെ അപ്പം ഞാൻ തിരിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അവിടെ നിന്ന് ഓടി വന്ന് ഒച്ചമ്പച്ച് ഓടി വന്നിട്ട് താക്കോൽ വലിച്ചൂരി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഡ്രസ്സെല്ലാം ഊരിച്ച് ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് നല്ല ഇടിച്ച് പുറത്തിനിട്ടും ജപിക്കലിനിട്ടും ഒക്കെ ഇടിച്ച് തെറിയും വിളിച്ച് പുറലോം കാണിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായിരുന്നു. അശ്രദ്ധമായി വാഹനം ഓടിച്ചതുമായി ബന്ധപ്പെട്ട കുറ്റം മാത്രമാണ് ആസിഫിനെതിരെ ചുമത്താൻ കഴിയുന്നതെന്ന് ക്രൈംബ്രാഞ്ച് DYSPയുടെ റിപ്പോർട്ടിലുണ്ട്. എന്നാൽ കേസ് ഒഴിവാക്കാനുള്ള നടപടികൾ ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. 2 പോലീസുകാരെയും നേരത്തെ സസ്പെൻഡ് ചെയ്യുകയും സ്ഥലം മാറ്റുകയും ചെയ്തിരുന്നു. 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.